കഴിഞ്ഞ ദിവസം പലരും കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് എത്തിയിരുന്നു. അതിലെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. യൂട്യൂബ് ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് പൈസ ഇല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണകുമാറും മക്കളും ഭാര്യയും എങ്ങനെ ജീവിക്കുമെന്നത്. ഇത് ഒരു കുടുംബത്തെയോ മാത്രമല്ല, കലാകാരന്മാരെ പോലും അധിക്ഷേപിക്കുന്നൊരു കമൻ്റായി തന്നെ പറയണം. ഇതിൽ കൃഷ്ണകുമാറും അതുപോലെ കൃഷ്ണകുമാറിൻ്റെ മറ്റു 3 മക്കളും സിനിമയിൽ അഭിനയിച്ചവരും തന്നെയാണ്. ഇതിൽ ദിയയും സിന്ധുവും മാത്രമാണ് ഒരുപക്ഷെ ആ കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്താത്തത്. അതുകൊണ്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർ നടിയും നടനുമൊക്കെയാണ്. അതുപോലെ കൃഷ്ണകുമാർ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാരിറ്റിയെക്കുറിച്ചും ഓഫീസുകളെക്കുറിച്ചും ഒക്കെ പ്രേക്ഷകർക്ക് നന്നായി അറിയുന്നതാണ്. ദിയയ്ക്ക് അതുപോലെ സ്വന്തമായി ഇപ്പോൾ ഒരു ബിസിനസ് നല്ലപോലെ തന്നെ ലക്ഷങ്ങൾ ടേൺ ഓവറുള്ള ബിസിനസ്സാണെന്ന് എല്ലാവർക്കും ബോധ്യവുമുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിനെ കളിയാക്കുന്നത് വെറുതെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ കുടുംബത്തിന് നല്ല രീതിയിൽ ആരാധകരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവരെ പിന്തുണയ്ക്കാൻ ഒത്തിരി പേരുണ്ട്. കൃഷ്ണകുമാറിനോട് ഇങ്ങനെ ചോദിച്ചവരൊക്കെ തന്നെയും ഇവരുടെ റേഞ്ച് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്നതാണ് പലരും പറയുന്ന ഒരു കാര്യം. ഇവിടെ മലയാളത്തിൽ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പാടുപെടുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന ഒരു കുടുംബമായി നിൽക്കുകയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. അപ്പോഴും അതൊരു തൊഴിലല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നോ ചോദിച്ച് വ്യാകുലപ്പെടുന്നവരാണ് കൂടുതലും ഉള്ളത്. അവിടെ ദിയയെ നോക്കൂ, ലക്ഷങ്ങൾ ടേൺ ഓവറുള്ളൊരു ബിസിനസ്സാണ് സ്വന്തമായി കയ്യിലുള്ളത്. ഇപ്പോൾ സിന്ധുവും മക്കളും എല്ലാം ഒരു ബിസിനസ് തുടങ്ങിയിട്ടുമുണ്ട്. ഒരു സാരി, ആ ഒരു സാരി വാങ്ങുമ്പോൾ തന്നെ അവർക്ക് എന്തുമാത്രം ലാഭം കിട്ടുമായിരിക്കും. അതുപോലെ തന്നെ നോക്കേണ്ടത് ആ സാരിയുടെ വില തന്നെയാണ്. ചെറിയ കസ്റ്റമേഴ്സിനെ ഒന്നും മുന്നം വെച്ചല്ല അവർ ആ ബിസിനസ് നടത്തുന്നത്. ഹൈ എൻഡ് ബിസിനസ്സുകാരെ തന്നെയാണ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നതും ഇതേ ഒരു വാർത്തയെക്കുറിച്ച് തന്നെയാണ്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇവരുടെ ഈ കുടുംബത്തെക്കുറിച്ച് പലരും കളിയാക്കുന്നതിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇവരുടെ 4 മക്കളും കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ഐഡിയയോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവർ യൂട്യൂബിലേക്ക് എത്തിയതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൊറോണ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇവർ പലപ്പോഴും പറയാറുള്ളത്. അതിനെ നന്നായി തന്നെ ഉപയോഗിച്ച് അതിനെ വളരെയധികം തന്നെ മാറ്റിക്കൊടുത്ത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാക്കി തന്നെ മാറ്റുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു ചാനലായും ട്രിവാൻഡ്രത്തെ ഏറ്റവും പ്രശസ്തമായ രീതിയിലും ഇവർ എത്തിയത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായി അതിനെ ഉപയോഗിച്ചുവെന്നും അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇനി ആരെങ്കിലും വിചാരിച്ചാൽ അവരത്ര രീതിയിൽ എത്താൻ സാധിക്കുമോ എന്നുമാണ് ചോദ്യം. എന്നിട്ടും അവരെ കളിയാക്കുന്നത് ഒത്തിരി പേരുണ്ട്. അവർക്കതറിയില്ല, അവർക്കിതറിയില്ല, അവർക്ക് വേറെ ജോലി അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും കൃഷ്ണകുമാർ അടക്കമുള്ളവരെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നവരും അറിയേണ്ടത് മാസം ലക്ഷങ്ങൾ വരെ അതിൽ ഒരാൾ പോലും സമ്പാദിക്കുന്നുണ്ട്. ഹൻസിക 18ാമത്തെ വയസ്സിൽ തൻ്റെ അക്കൗണ്ട് എടുത്ത സമയത്ത് ഒരുപക്ഷെ ഹൻസികയ്ക്കും ലക്ഷങ്ങളായിരിക്കാം അക്കൗണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിട്ടുന്നവർ വളരെ കുറവാണ്. നമ്മൾ പഠിച്ച് നല്ല ജോലി മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ വലിയ IT കമ്പനികളിൽ കയറുമ്പോഴോ നല്ല പൈസ കിട്ടുമായിരിക്കും. പക്ഷേ 18 വയസ്സാകുമ്പോൾ തന്നെ കോളേജിൽ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ കയ്യിലൊരു പൈസ ഉണ്ടാവുക അല്ലെങ്കിൽ കയ്യിലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക എന്നത് ചെറിയ കാര്യമായി കാണരുതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.